തുമ്മി തലവേദന വരാറുണ്ടോ? എന്നാൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. അധിക ആളുകൾക്കും ശക്തമായിട്ട് തുമ്മി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് തലവേദനയായിട്ട് മാറാറുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം തുമ്മി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ മൂക്ക് അടയാറുണ്ട്. ഇങ്ങനെ മൂക്കിന്ന് ഡിസ്ചാർജ് ഒന്നും പോവാതെ വരുമ്പോൾ മൂക്കിന്ന് ഒലിച്ചു പോകുന്നതെല്ലാം പിന്നെ സൈനസിലേക്കാണ് കൂടുതലായിട്ട് പോകാറ്. അങ്ങനെ പോകുമ്പോൾ തന്നെ സൈനസൈറ്റിസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലായിട്ട് ഉണ്ടാവുന്നു. അലർജി ഉള്ള ആളുകൾ സൈനസൈറ്റിസ് വളരെ കോമൺ ആയിട്ട് കാണുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഇതാണ്. നിങ്ങൾക്ക് സൈനസൈറ്റിസ് മാറാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അലർജിയുടെ ടെസ്റ്റുകൾ ചെയ്ത് നോക്കേണ്ടതാണ്. അലർജിയുള്ള ആളുകൾ സൈനസൈറ്റിസ് ആവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കുളിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു ടൈം തന്നെ പ്രത്യേകിച്ച് തെരഞ്ഞെടുക്കേണ്ടതാണ്. പ്രത്യേകിച്ച് രാവിലെ ഒരു 7 മണി മുതൽ 10 മണിക്കുള്ളിൽ നിങ്ങൾ മാക്സിമം കുളിക്കാൻ ശ്രമിക്കുക. കുളിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ വെയിലത്ത് ഇറങ്ങാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ കൂടുതൽ നീരിറക്കം ഉണ്ടാവാനും ഓൾറെഡി നിങ്ങൾക്ക് നീരിറക്കം അല്ലെങ്കിൽ ഈ ഇൻഫ്ലമേഷൻ കൂടുതലായിട്ട് ഉണ്ടായിട്ടാണ് ഈ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ടെമ്പറേച്ചർ ഡിഫറൻസ് വരുമ്പോൾ ഈ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. കൂടുതൽ തണുപ്പുള്ള ഫുഡ് ഡ്രിങ്ക്സ് ഒക്കെ ആ സമയത്ത് നിങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ്. കാരണം ഇതൊക്കെ ഓൾറെഡി ഉള്ള ഇൻഫ്ലമേഷൻ കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അലർജിക്ക് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആളുകളിൽ ഈ സൈനസൈറ്റിസിന്റെ ഫ്രീക്വൻസി നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അലർജിയോടൊപ്പം ഇങ്ങനെ ഒരു തലവേദന നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ടേഷനിൽ തീർച്ചയായിട്ടും അത് അറിയിക്കേണ്ടതാണ്. നിങ്ങൾക്കും ഇതുപോലെ തുമ്മി തലവേദന വരാറുണ്ടോ എന്ന താഴെ കമന്റ് ചെയ്യൂ.